എടാ താൻ എന്താണോ പറയുന്നത്? അവരൊക്കെ വലിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. 2 ദിവസം മുന്നേ എനിക്കൊരു എൻക്വയറി വന്നു മൈ ജേണീനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ആളെന്നെ വിളിച്ച് ഉടനെ തന്നെ എന്നോട് പറഞ്ഞു 599 ഒക്കെ വലിയ പ്രൈസ് അല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിന് റിപ്ലൈ പറയണതിൻ്റെ മുന്നേ തന്നെ ആളെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി, ഞാൻ 2200 രൂപയ്ക്ക് ഒരു ജേണൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്, ഞാൻ അത് തന്നെയാണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഗ്രേറ്റ്. ആൻഡ് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, നമ്മുടെ ജേണലിൽ ഒറ്റ ബുക്കിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ വരുന്നുണ്ട്, സെൽഫ് റിഫ്ലക്ഷൻ വരുന്നുണ്ട്, ട്രാക്കേഴ്സ് വരുന്നുണ്ട്, പ്ലാനർ വരുന്നുണ്ട്, വിഷൻ ബോർഡ് വരുന്നുണ്ട്, ഹാബിറ്റ് ട്രാക്കർ വരുന്നുണ്ട്, മറ്റേ പുട്ടുണ്ട് കടലയുണ്ട് എന്ന് പറയുന്ന പോലെ ഞാനിങ്ങനെ പറയുന്നുണ്ടായി. അപ്പോൾ തന്നെ ആൾ കൺവിൻസ്ഡ് ആണ്, ഷി വാസ് റെഡി ടു പർച്ചേസ്. പക്ഷേ അത് കഴിഞ്ഞ് ആൾക്ക് സ്റ്റിൽ എന്നെ ട്രിഗർ ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായെന്ന് തോന്നുന്നു. എന്നോട് പറഞ്ഞു, എടാ താൻ എന്താണോ പറയുന്നത്? അവരൊക്കെ വലിയ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഷി വാസ് മീനിങ് ദാറ്റ് ഇത്ര ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്ത, ഇത്ര ഹൈപ്പിൽ നിൽക്കാത്ത ഒരാൾ എന്തിന് ഈ ഒരു പ്രൈസിന് വിൽക്കണം എന്നുള്ള രീതിയിലാണ് ആളെൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതെന്നെ കുറച്ച് ഒന്ന് ഹേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3 വർഷത്തോളം നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ആഡ് റൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ശരിക്കും മോഹിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റ് ഒരു 6 മന്ത്സിനുള്ളിലാണ് നമ്മൾ ആക്ച്വലി ആക്റ്റീവായിട്ട് സെഷൻസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഐ ജസ്റ്റ് വെൻ ത്രൂ എ വെരി ബാഡ് സ്റ്റേറ്റ് ഇൻ മൈ ലൈഫ്. അപ്പം അതുകൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒക്കെ ഒന്ന് ട്രാക്കിലായിട്ട് വരുമായിരുന്നു. അപ്പോൾ ആളിത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊന്ന് ഹേർട്ടായി. ആൻഡ് അറ്റ് ദി എൻഡ് ലൈക്ക് ഞങ്ങൾ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്ലക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്ന തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആഡും റൺ ചെയ്യാതെ ഒരു വീഡിയോ പോലും എടുക്കാതെയാണ് ഫസ്റ്റ് മൈ ജേണി നമ്മൾ ലോഞ്ച് ചെയ്ത് 1 മാസത്തിനുള്ളിൽ വിറ്റ് തീർത്തിട്ടുണ്ടായത്. അപ്പം ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ നിന്നിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് വേറെ ട്രാക്കിൽ പോയി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യണം എന്ന് തോന്നിയ കാര്യം, പലരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ല മറ്റ് പലരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഈ പലരുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്താൻ തന്നെ നമ്മൾ ഒരുപാട് ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്കുള്ള പ്രിവിലേജസ് പലപ്പോഴും പലർക്കും ഉണ്ടാവണം എന്നും ഇല്ല. അതുപോലെ തന്നെ നമ്മളുടെ ജേർണി ഡിഫറെൻ്റ് ആണ്, അവരുടെ ജേർണിയും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെ ജേർണിയും ഡിഫറെൻ്റ് ആണ്. സോ അറിയാതെ പോലും ഞാനാണെങ്കിലും കുറച്ച് നിമിഷത്തേക്ക് എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഞാൻ എന്തുകൊണ്ടോ ഞാൻ കമ്പയർ ചെയ്തു പോയി. അപ്പോൾ ആ തോട്ട് എനിക്ക് അപ്പം തന്നെ മാറ്റാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. സോ ജസ്റ്റ് ലീവ് ദാറ്റ് കമ്പാരിസൺസ് ആൻഡ് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ താങ്ക് യു സോ മച്ച്. ബൈ.